ഇന്നത്തെ കാലഘട്ടത്തിൽ ഡേറ്റ ബിസിനസ്സിനും ഓർഗനൈസേഷൻസ് ഇൻഡിവിജ്വൽസിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റയിൽ ഹിഡനായി കിടക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് തിരിച്ചറിയാനും ഇന്നോവേഷൻസ് ഡ്രൈവ് ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനെല്ലാം ഡേറ്റ സഹായിക്കും. ഡേറ്റ അനലൈസ് ചെയ്യുന്നത് ഏതൊരു സയന്റിഫിക് ഡിസിപ്ലിൻ പോലെയും റിഗറസ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സിലെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ സ്റ്റേജസിലും യുണീക്ക് സെറ്റ് ഓഫ് സ്കിൽസ് ആൻഡ് നോളജിന്റെ ആവശ്യമുണ്ട്. ഡേറ്റയോ ഡേറ്റ അനുബന്ധ മേഖലയായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു എന്തൂസിയസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. ഈ ഒരു വീഡിയോയിൽ ഡേറ്റ അനലിറ്റിക്സിന്റെ ലൈഫ് സൈക്കിളിലെ ഡിഫറെന്റ് പ്രോസസ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ കൂടെ തന്നെ ഓരോ സ്റ്റേജിലും അറിഞ്ഞിരിക്കേണ്ട ടൂൾസ്, അതിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, അതിന് ഏതൊക്കെ ജോബ് റോളിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിനെന്തൊക്കെ സ്കിൽ, എത്ര സാലറി ലഭിക്കും, ഏതൊക്കെ കമ്പനിയാണ് ഹയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുടെ ഇൻഡെപ്ത് ആയിട്ട് പറയുന്നുണ്ട്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് സാഹിൽ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മേൺ സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിന്റെ എയിം ചെയ്യുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് നിങ്ങൾക്ക് IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു മേഖലയിൽ ജോബ് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ can connect with us at 974622123. So once again, I'm Sahil. Welcome to the new video of Video Learning. ഡേറ്റ അനലിറ്റിക്സിൽ 5 സ്റ്റേജസ് ഉണ്ട്. അത് ഫസ്റ്റ് കൊണ്ടുവന്ന ഡിസ്കവറിയാണ്. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾ എടുക്കുക. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതായതുകൊണ്ടാണ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം എടുത്തത്. അതിലൊരു സിനാരിയോ എടുക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നമ്മളെല്ലാം റെക്കമെൻഡഡ് വീഡിയോസ് എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ റെക്കമെൻഡഡ് വീഡിയോസ് അവർ കൊണ്ടുവരാനുള്ള കാരണം എന്തായിരിക്കും? ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും യൂട്യൂബിൽ ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറയുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 2011-12 കാലഘട്ടത്തിൽ യൂട്യൂബിലെ ആൾക്കാർ സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറഞ്ഞു വരുന്നവർ മനസ്സിലാക്കിയെന്ന് കരുതുക. സോ ഇതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് അവർ എന്ത് ചെയ്തു? രണ്ടാമത്തെ സ്റ്റെപ്പായ ഡേറ്റ അക്വിസിഷൻ, ഡിഫറെന്റ് സോഴ്സസ് നിന്ന് ഡേറ്റ അക്വയർ ചെയ്തു. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് എടുത്താൽ യൂട്യൂബ് അറിയാം. യൂട്യൂബിൽ ഗൂഗിളിന്റെ ഒരു സബ്സിഡറിയാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഗൂഗിളിന്റെ ഡേറ്റ എടുക്കാം, അവർക്ക് യൂട്യൂബിന്റെ ഡേറ്റ എടുക്കാം, അല്ലെങ്കിൽ ജിമെയിലിന്റെ ഡേറ്റ എടുക്കാം, യൂട്യൂബിൽ ബാക്കി സർവീസുകൾ ഡേറ്റ എല്ലാം കളക്ട് ചെയ്യാം. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറെന്റ് സോഴ്സസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡേറ്റ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ ഡിഫറെന്റ് സോഴ്സസിൽ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്തത് അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഗൂഗിളിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ ഒരു ഡിഫറെന്റ് ഫോർമാറ്റിലാണ്, യൂട്യൂബിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ ഡിഫറെന്റ് ഫോർമാറ്റ്, ജിമെയിലിൽ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റ ഡിഫറെന്റ് ഫോർമാറ്റിലാണെന്ന് കരുതുക. ഒന്നിൽ ഹൈപ്പോത്തറ്റിക്കൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക PDF-ലായിരിക്കും, അടുത്തതിന്റെ ഫോർമാറ്റ് Excel-ലാണെന്ന് കരുതുക, അടുത്തതിന്റെ ഫോർമാറ്റ് ഡോക്യുമെന്റ് ഫോർമാറ്റിലാണെന്ന് കരുതുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അകത്ത് അനാലിസിസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനെല്ലാം ഒരു കൃത്യമായ ഒരു ഫോർമാറ്റിൽ കൊണ്ടുവരും. പിന്നെ ഇങ്ങനെ ഫോർമാറ്റിൽ കൊണ്ടുവന്നപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ പല ഡേറ്റയും മിസ്സിംഗ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ ഇൻകൺവീനിയന്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള ഡേറ്റ അതിൻ്റെ അകത്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ നമുക്കിപ്പോൾ സീരിയൽ നമ്പർ 3 ഗൂഗിളിൻ്റെ ഡേറ്റയിൽ സീരിയൽ നമ്പർ ഉണ്ടെന്ന് കരുതുക, യൂട്യൂബിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടെന്ന് കരുതുക, ജിമെയിലിൽ സീരിയൽ നമ്പർ. അപ്പോൾ 3 സീരിയൽ നമ്പർ ഉണ്ട്. അപ്പം നമ്മുടെ ഡേറ്റയിൽ ഫൈനൽ ഡേറ്റയിൽ ഒരിക്കലും 3 സീരിയൽ നമ്പർ എന്ന കോളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 2 സീരിയൽ നമ്പർ എന്ന കോളം കളയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഡേറ്റ അനലിറ്റിക്സിൽ ഏറ്റവും കോംപ്ലക്സും ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ഡേറ്റ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. 4ാമത്തെ സ്റ്റേജാണ് ഡേറ്റ മോഡൽ. വൺസ് നമുക്ക് വേണ്ട രീതിയിൽ ഡേറ്റ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അനാലിസിസും ഇൻസൈറ്റ്സും ഒക്കെ പാറ്റേൺസ് കണ്ടുപിടിക്കാനായിട്ട് ഡേറ്റ മോഡൽ ചെയ്യുക എന്നുള്ളതാണ് 4th സ്റ്റേജ് എന്ന് പറയുന്നത്. കൂടാതെ ചില സമയത്ത് ഇൻഡെപ്ത് അനലിറ്റിക്സും പ്രഡിക്റ്റീവ് മോഡൽസും ഒക്കെ ഡേറ്റ മോഡലിംഗ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. 5ാമത്തെ സ്റ്റേജാണ് ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഡെഫിനറ്റ്ലി ഡേറ്റ മോഡലിംഗ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് മോഡൽസ് ഒക്കെ ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ മോഡൽസിനെ നമുക്ക് ആരാണോ പ്രോബ്ലംസ് കണ്ടുപിടിച്ചത്, ചിലപ്പം കമ്പനിയിലെ CEO അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ കമ്പനി ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കും. അവർക്ക് നമ്മൾ ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് എന്താണെന്ന് വിഷ്വലി പറഞ്ഞു കൊടുക്കുന്നതാണ് ഡേറ്റ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ 5th സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിന് പലതരത്തിലുള്ള വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് കോമൺലി അറിയാവുന്ന ഹിസ്റ്റോഗ്രാം, ബാർ ചാർട്ട്, പൈ ചാർട്ട് ഒക്കെ ഉപരി ഓരോ സ്റ്റേജസിനും ഓരോ ഡേറ്റയ്ക്കും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഫറെന്റ് വിഷ്വലൈസേഷൻ മെത്തഡോളജീസ് ഉണ്ട്. എഡ്യൂ ലേണിംഗിന്റെ 6 months ഡേറ്റ സയൻസ് പ്രോഗ്രാമിൽ ഇതേപോലത്തുള്ള 42 തരത്തിലുള്ള ചാർട്ട്സും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. ഡിഫറെന്റ് സിനാരിയോസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ആ പ്രോഗ്രാമിനെ കുറിച്ച് സ്കൂൾ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 974622123. നമ്മളിപ്പം ഡേറ്റ അനലിറ്റിക്സിന്റെ ഡിഫറെന്റ് സ്റ്റേജസിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് ഓരോ സ്റ്റേജസിലും
ഏതൊക്കെ ടൂൾസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അതിന് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, സാലറി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിസ്കവറിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് മാപ്പിംഗ് ടൂളായ വിസിയോ, എക്സ്പെയിൻസ്, അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റ് ടൂൾസ് ആയ ജിറ, ട്രെല്ലോ തുടങ്ങിയ ടൂൾസ്, അതല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആയ മൈക്രോസോഫ്റ്റ് ടീംസ്, സ്ലാക്ക് തുടങ്ങിയ ടൂൾസ് ഒക്കെയാണ് വേണ്ടത്. അവർക്ക് ഈ ടൂൾസിലൊക്കെയുള്ള സ്കില്ലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ബിസിനസ് അനലിസ്റ്റിന്റെ ജോബിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് ബിസിനസ് ഗോൾസിന് അനുസൃതമായിട്ടുള്ള തരത്തിലുള്ള പ്രോബ്ലംസും ഡിസിഷൻസും സൊല്യൂഷൻസ് ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബിസിനസ് അനലിസ്റ്റിന്റെ ജോബ് റോൾ എന്ന് പറയുന്നത്. ഓൺ ആൻ ആവറേജ് 3.6 lakh മുതൽ 4.8 lakhs വരെയാണ് ബിസിനസ് അനലിസ്റ്റിന് ഫ്രഷർ ആയിട്ട് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഡേറ്റ അക്വിസിഷൻ. ഡേറ്റ അക്യൂറേറ്റ് ആയിട്ട് അവർക്ക് വേണ്ട ടൂൾസ് എന്ന് പറയുന്നത് SQL അല്ലെങ്കിൽ NoSQL ഡേറ്റാബേസുകളിലൊക്കെ നോളജ് ആണ്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മാൻ, പിന്നെ റെസ്റ്റ്ഫുൾ APIസിൽ വർക്ക് ചെയ്യാനുള്ള നോളജ് അവർക്ക് വേണ്ടി വരും. പിന്നെ വെബ് സ്ക്രാപ്പിംഗ് ടൂളായ ബ്യൂട്ടൂൾ സൂപ്പറുള്ള നോളജ് ഒക്കെ അവർക്ക് മാൻഡേറ്ററി ആയിട്ടുണ്ട്. ഡേറ്റ അക്യൂറേറ്റ് ക്യാപ്പബിലിറ്റി ഉള്ളവർ ഡേറ്റ എഞ്ചിനീയർ എന്നുള്ള ജോബ് റോളിൽ കയറാൻ പറ്റുന്നതാണ്. ഇവരുടെ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ലാർജ് ഡേറ്റ സെറ്റ് കളക്ട് ചെയ്യുക, മാനേജ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, കൃത്യമായ സമയത്ത് ഡേറ്റ അനലിറ്റിക്സ് ടീമിലെ ബാക്കി മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതല്ലാതെ ഇവർക്ക് ഡേറ്റ ആർക്കിടെക്ട്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കോംപ്ലക്സ് ഡേറ്റ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത്. ഓൺ ആൻ ആവറേജ് ഡേറ്റ എഞ്ചിനീയർ, ഡേറ്റ ആർക്കിടെക്ട് ജോബ് റോളിലൊക്കെ നിൽക്കുന്ന ഫ്രഷേഴ്സിന് 4.2 to 5.8 lakhs ഒരു സാലറി ലഭിക്കുന്നതാണ്. മൂന്നാമത്തതാണ് ഡേറ്റ പ്രിപ്പറേഷൻ എന്ന സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ട ടൂൾസ് ആണ്. ഡേറ്റ റാംഗ്ലിംഗ് ടൂൾസ് ആണ് പൈതൺ, നംപൈ, പാണ്ടാസ്. ഇത് കൂടാതെ ETL ടൂൾസ് ആയ ഇൻഫർമേറ്റിക്ക, അപ്പാഷയിലേക്കുള്ള നോളജ് ബെറ്റർ ആയിരിക്കും. ഡേറ്റ പ്രിപ്പയർ ചെയ്യാൻ അറിയാവുന്നവർക്ക് ഡേറ്റ അനലിസ്റ്റ് എന്ന ജോബ് റോളിൽ കയറാൻ പറ്റുന്നതാണ്. ഡേറ്റ ഒരു പ്രോബ്ലം അനുസരിച്ചിട്ട് ക്ലീൻ ചെയ്യുക, പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ അവരുടെ പ്രധാന ജോബ് റോൾ എന്ന് പറയുന്നത്. ഒരു ഫ്രഷർ ആയിട്ടുള്ള ഡേറ്റ അനലിസ്റ്റിന് 3.6 മുതൽ 6.2 lakhs വരെ സാലറി ലഭിക്കുന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പായ ഡേറ്റ മോഡലിംഗ് ചെയ്യാനായിട്ട് അറിയുന്ന ടൂൾസ് ആണ് പൈതൺ, നംപൈ, പാണ്ട, സൈക്കിറ്റ് ലേൺ, ടെൻസർ ഫ്ലോ, കേറാസ് എന്നിവയൊക്കെ. അവർക്ക് ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഡെപ്ത് അനാലിസിസിലുള്ള ഡേറ്റയിൽ നിന്ന് പ്രെഡിക്റ്റീവ് മോഡൽസ് ബിൽഡ്, അൽഗോരിതം ഒക്കെ ബിൽഡ് ചെയ്ത് പ്രെഡിക്റ്റീവ് മോഡൽസ് റൺ ചെയ്യുക എന്നതാണ് അവരുടെ പ്രധാന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓൺ ആൻ ആവറേജ് ഒരു ഫ്രഷറായ ഡേറ്റ സയന്റിസ്റ്റിന് പോലും 6.5 to 9 lakhs ഒരു സാലറി ലഭിക്കുന്നതാണ്. ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് മോർ ഓഫ് എ ടെക്നോളജിയെ കാട്ടി ബിസിനസ് നോളജിലാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ബിസിനസ് നോളജ് ഉണ്ടെങ്കിൽ, ബിസിനസ് അക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ട് ശോഭിക്കാൻ കഴിയത്തുള്ളൂ. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് ഡേറ്റ വിഷ്വലൈസേഷൻ. ഒരു ഡേറ്റ വിഷ്വലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് അവർക്ക് ജോബ് റോളിൽ കയറാൻ പറ്റുന്നത്. അവർക്ക് വേണ്ട ടൂൾസ് ആണ് ടാബ്ലോ, പവർ BI അല്ലെങ്കിൽ ക്ലിക്ക് വ്യൂ, മാത്പ്ലോട്ലിബ്, സീബോൺ. ഇതൊക്കെ പൈതന്റെ ലൈബ്രറിയാണ് മാത്പ്ലോട്ലിബ്, സീബോൺ വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്നതാണ്. ഇനിയുള്ള 6 month ഡേറ്റ സയൻസ് പ്രോഗ്രാമിലും 1 year PG പ്രോഗ്രാമിൽ ഈ ടൂൾസിനെ കുറിച്ചൊക്കെ പ്രൊജക്ട് വൈസ് ഏകദേശം 10ഓളം പ്രൊജക്ട്സ് ഓരോ മോഡ്യൂളിലും വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ 91462223 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവര് പ്രോബ്ലത്തിന് കണ്ടുപിടിച്ച ഫൈൻഡിങ്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ്, ഡാഷ്ബോർഡ്സിലൂടെയൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോബ് റോൾ എന്ന് പറയുന്നത്. ഇവർക്കുള്ള ആവറേജ് 3.6 to 4.8 വരെ സാലറി ലഭിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡേറ്റ അനലിറ്റിക്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസിനെ കുറിച്ച് മനസ്സിലാക്കി. ഓരോ സ്റ്റേജും ചെയ്യാനായിട്ട് എന്തൊക്കെ ടൂൾസ് വേണമെന്നും അത് അറിയാമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ജോബ് റോളിന് കയറാൻ പറ്റുമെന്ന്, എത്ര സാലറി ലഭിക്കും എന്നൊക്കെ മനസ്സിലാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായ 3 കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോക്ക് ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.